വീടുകളിൽ പ്രസവിച്ചവരുടെ കൂട്ടായ്മ നടത്തുകയും അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്ത സംഭവത്തിൽ വിമർശനവും പ്രതിഷേധവും ശക്തമാകുന്നു. ആരോഗ്യവകുപ്പ് ഇതിനെതിരെ കണ്ണടയ്ക്കുകയാണെന്നാണ് വിമർശനം. വീടുകളിൽ നടന്ന പ്രസവത്തിനിടെ സംസ്ഥാനത്ത് 9 മാസത്തിനിടെ സംഭവിച്ചത് 9 ശിശു മരണങ്ങളാണ്. കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഒരു ആധുനിക കാലത്ത് ഒട്ടും ആശാസ്യമായ ഒരു നടപടിയെയല്ല ഇത്. വീട്ടിൽ പ്രസവിച്ചവരുടെ ഒരു കൂട്ടായ്മ നടത്തുകയും അതിൽ അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്യുക എന്നുള്ള സംഭവത്തിൽ ഇതിനെതിരെ ആരോഗ്യവകുപ്പ് മാത്രമല്ല പോലീസും ഒരുപക്ഷെ നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ കണ്ടില്ല എന്ന് നടിക്കുന്ന അധികൃതർക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയും? എന്താണ് ഈ സംഭവം? എന്നാണ് ഉണ്ടായത്? ആരാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ആധുനിക കാലഘട്ടമാണ്. വളരെയധികം വികസനങ്ങൾ ഉൾപ്പെടെ സാങ്കേതിക പുരോഗതി ഉൾപ്പെടെ നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീടുകളിൽ പ്രസവം നടക്കുന്നത്. അതിനെ ആദരിച്ചുകൊണ്ടൊരു വേദി ഒരുക്കപ്പെടുന്നു. ആ വേദിയിലേക്ക് ഈ പ്രസവിച്ച ആളുകൾ എത്തുന്നു, അവരുടെ കുട്ടിയെ കൊണ്ടെത്തുന്നു. കൂടാതെ തന്നെ അവർ അവരുടെ ഐഡന്റിറ്റി പോലും പൊതുസമൂഹത്തിനിടയിൽ വെളിപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വസ്ത്രധാരണവുമായാണ് രംഗത്ത് വരുന്നത്. മുഖമൊക്കെ മറച്ചാണ്, ആ വിഷ്വലിൽ നിന്ന് തന്നെ നമുക്കറിയാം, മുഖമൊക്കെ മറച്ചാണ് അത്തരത്തിലൊരു അവാർഡ് വാങ്ങാനായി ഈ സ്ത്രീകളൊക്കെ തന്നെയും എത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ അവരെ ധീര വനിതകൾ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് സമൂഹം മാറുന്നു. നമുക്കറിയാം, വൈദ്യശാസ്ത്ര രംഗത്ത് ഇത്രയേറെ പുരോഗതി ഉണ്ടായിട്ടും ഇപ്പോഴും വീടുകളിൽ ഈ പ്രസവം നടക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നത്. ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഉയർന്നു വന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീടുകളിലടക്കം പ്രസവം നടക്കുമ്പോൾ മരണനിരക്ക് വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഈ രീതിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ അത്യുഷ സംഘടന ചെയ്യുന്നത്. ഇന്നലെയാണ് ഇത്തരത്തിൽ ഇവരെ ആദരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നിലവിൽ ഉയർന്നു വരുന്നത്. രോഹിണി, ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.